കേന്ദ്ര ബജറ്റിനെ വിശദമായി വിശകലനം ചെയ്യുന്ന 3 മണിക്കൂർ നീളുന്ന ചർച്ചയിലേക്കാണ് തുടക്കം കുറിക്കുന്നത്. ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന ധനകാര്യമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്, ഒപ്പം ധനകാര്യ വിദഗ്ധരായ പ്രൊഫസർ മേരി ജോർജ്, ഡോക്ടർ കെ.എൻ. ഹരിലാൽ, ഡോക്ടർ ബി.എ. പ്രകാശ് എന്നിവർ. ഡോക്ടർ തോമസ് ഐസക്, പല അവകാശവാദങ്ങളോട് കൂടിയാണ് അരുൺ ജെയ്റ്റ്ലി ഇന്ന് യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഏറ്റവും ആദ്യം തന്നെ പറയുന്നത് നാണയപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ വളരെ വലിയ ഒരു താഴ്ച കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് 6-ൽ നിന്ന് 3.4% താഴ്ന്നിട്ടുണ്ട്. അതുപോലെ പൊതുവേ ഉള്ള സാമ്പത്തിക നില പരിശോധിക്കുമ്പോൾ വളർച്ചയുടെ പാതയിലാണ് ഇന്ത്യൻ സാമ്പത്തിക നില എന്നുള്ള ഒരു അവകാശവാദത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. ബഡ്ജറ്റ് മുഴുവൻ വിലയിരുത്തുമ്പോൾ താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുക? വിലക്കയറ്റം കുറഞ്ഞു എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അത് ഈ നോട്ട് നിരോധനത്തിൻ്റെ ഫലമായിട്ട് ജനങ്ങളുടെ ക്രയശേഷി നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ സമീപകാലത്ത് കുത്തനെയുള്ള കുറവുണ്ടായിട്ടുള്ളത്. വിലക്കയറ്റത്തിൻ്റെ അപകടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നോട്ട് നിരോധന കാലത്ത് പോലും റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് കുറക്കായിരുന്നത്. ഒന്ന്, കൃഷിപ്പിഴവുണ്ടാവാം. 2, എണ്ണവിലകൾ ഉയരാം. 3, രൂപയുടെ മൂല്യം തകരാം. അതുകൊണ്ട് വിലക്കയറ്റ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു എന്നുള്ള ലാഘവമൊന്നും വേണ്ട. ജെയ്റ്റ്ലി പൂർണ്ണമായിട്ടും തെറ്റായിട്ട് വരുന്നത് വളർച്ചയുടെ പാതയിലാണെന്നുള്ള അവകാശവാദത്തിലാണ്. ഇതിന് ഒരടിസ്ഥാനവും ഇല്ല. ഇപ്പോൾ 2016-17 7.1% വളർച്ചയെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒക്ടോബർ വരെയുള്ള വളർച്ചയാണ്. അതിനുശേഷമല്ലേ നോട്ട് റദ്ദാക്കലും അതിൻ്റെ തിരിച്ചടിയും എല്ലാം വന്നിട്ടുള്ളത്. ഞാൻ വ്യക്തമായിട്ടുള്ള ചില സൂചകങ്ങൾ തരാം. ഒന്ന്, ഇന്ത്യയിലെ സ്ഥിര മൂലധന നിക്ഷേപ ക്യാപിറ്റൽ ഫോർമേഷൻ അത് 34% നിന്ന് ഔദ്യോഗികമായിട്ട് 29% ഈ നോട്ട് റദ്ദാക്കലിൻ്റെ കാലത്തെ പകുതിയായിട്ട് കുറയും നിക്ഷേപം എന്നുള്ള അനുമാനം എടുത്തു കഴിഞ്ഞാൽ, അതിന് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, 23% കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടിലെ ഏറ്റവും താഴ്ന്ന മൂലധന നിക്ഷേപ കണക്കായിരിക്കും. മുൻ ഡിസംബർ 30 അപേക്ഷിച്ച് ബാങ്ക് വായ്പകൾ 5% മാത്രം ഉയർന്നിരിക്കുന്ന 18% വെച്ച് വളർന്നുകൊണ്ടിരുന്നതാണെന്ന് ഓർക്കുക. ഇന്ത്യൻ വ്യവസായ ശേഷിയുടെ 70% ഇന്ന് ഉപയോഗിക്കപ്പെടുന്നുള്ളൂ എന്ന് കെയർ റേറ്റിംഗ് ഏജൻസി നിഗമനത്തിലെത്തിയിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നെടുത്തു കഴിഞ്ഞാൽ നിഗമനം വളരെ വ്യക്തമാണ്. ഇതൊരു 6% ഇന്നത്തെ വളർച്ച. ഇത് ഭംഗ്യന്തരാണ് മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. 7% എന്നുള്ള ബേസ് ലൈനിൽ നിന്ന് 0.25 വരെ കുറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 വരെ കുറയാമെന്ന് ജെയ്റ്റ്ലി തന്നെ പറയുന്നുണ്ട്. 6 അടുത്തായിരിക്കും വരെ. എങ്ങനെ ഇത് വളർച്ചയെന്ന് പറയാൻ പറ്റുക? അടുത്ത വർഷം പൊടുന്നതിനെ കൂടുന്നു പറഞ്ഞു കഴിഞ്ഞാലേ അങ്ങ് പണം പോയപ്പോൾ പ്രശ്നമുണ്ടായി. തൽക്കാലം പണം അങ്ങോട്ട് മാർച്ച് 30 ആകുമ്പോൾ തിരിച്ചെത്തും, അവിടെ പ്രശ്നം തീരുമെന്ന്. ഈ ആത്മഹത്യ ചെയ്തവരൊക്കെ അവരെന്താ പുനരുദ്ധാനം ഉണ്ടാവുമോ? നമ്മൾ അടഞ്ഞു പോയിട്ടുള്ള അനൗപചാരിക മേഖലയിലെ ഗ്രാമീണ മേഖലയിൽ ചെറുകിട സ്ഥാപനങ്ങളൊക്കെ പണം വരുന്നതോട് വീണ്ടും തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ നിക്ഷേപ അന്തരീക്ഷം തകർന്നത്, വായ്പ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും എടുത്ത് നിക്ഷേപിക്കാൻ തയ്യാറല്ലാത്തത്, ആ അന്തരീക്ഷം പെട്ടെന്ന് പൊടുന്നതിന് തിരിച്ചു വരുമോ? അതുകൊണ്ട് സാമ്പത്തിക പരസ്പര ബന്ധങ്ങളെക്കുറിച്ചുള്ള അതിലളിതമായ ധാരണ അടിസ്ഥാനത്തിൽ മാത്രമാണ് പണം തിരിച്ചു വരുന്നതോട് കാര്യങ്ങളൊക്കെ പഴയപടിയായി തീരും എന്ന് പറയുന്നത്. ഈ വർഷം സാമ്പത്തിക മാന്ദ്യം രൂക്ഷം, അടുത്ത വർഷവും ഇതിൻ്റെ കെടുതികൾ തുടരും. അതുകൊണ്ട് വളർച്ചയുടെ പാതയിലാണ് എന്നുള്ള അവകാശവാദം. പിന്നെ 3 അപകടങ്ങൾ ജെയ്റ്റ്ലി തന്നെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കക്കാർ പലിശ നിരക്ക് ഉയർത്താം, എണ്ണയുടെ വില ഉയരാം, പിന്നെ വേറൊന്നുകൂടി ഉണ്ടായിരുന്നു. അപകടങ്ങൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ പോലും
അടുത്ത വർഷം ഡൗൺ സൈഡ് ചിലപ്പോൾ 6.5% വളരുള്ളൂ എന്ന് എക്കണോമിക് സർവേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളർച്ച സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അവകാശവാദത്തിന് അടിസ്ഥാനമില്ല. ഞാൻ തിരിച്ചു വരാം ഡോക്ടർ തോമസ് ഐസക്. പ്രൊഫസർ മേരി ജോർജ്, അപ്പോൾ ശ്രീ അരുൺ ജെയ്റ്റ്ലി വളർച്ചയെക്കുറിച്ചുള്ള അവകാശവാദം പറയുന്നത് ഈ കണക്കുകൾ കാണാതെയാണ്, യഥാർത്ഥ രാജ്യത്തിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കാതെയാണ്. ഡോക്ടർ മേരി ജോർജ്. കണക്കുകൾ കാണാതെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. കണക്കുകൾ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ മെനഞ്ഞെടുത്തിട്ടാണെന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ആംഗസ് ഡീറ്റൺ, നോബൽ ലൊറേറ്റ് ആയിട്ടുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ 7.1% എന്ന് പറയുന്ന ഗ്രോത്ത് റേറ്റ് ഒക്കെ ഊതി വീർപ്പിച്ചതാണ്. അതുപോലെ അന്ന് ഇന്ത്യയിലും രഘുരാം രാജൻ, അന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായിരുന്നു, അദ്ദേഹം തന്നെ ചോദിച്ചു ഇതെന്ത് കണക്കാണ്, എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് അദ്ദേഹം എടുത്ത വാക്കിന് പറഞ്ഞു. അപ്പം അങ്ങനെ ചില അതിശയോക്തിപരമായ കണക്കുകൾ കാണിക്കാറുണ്ട്. അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും ഒക്കെയും കൂടി കൂടെ നിന്നിട്ടാണ്, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിക്കുകയാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പം അരുൺ ജെയ്റ്റ്ലിയൊക്കെ ഈ 3.7%, അതായത് CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആദ്യ ക്വാർട്ടറിൽ 5.7 ആയിരുന്നു, രണ്ടാം ക്വാർട്ടറിൽ അത് 5.2 മൂന്നാം ക്വാർട്ടറിൽ അത് 3.7 കുറഞ്ഞു. അങ്ങനെയാണ് ഇക്കണോമിക് സർവേ തന്നെ അവകാശപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇങ്ങനെ 3.7 പോയത്? അതിന് തീർച്ചയായിട്ടും ഡോക്ടർ ഐസക് പറഞ്ഞ അതേ കാരണം തന്നെയാണ്. കാരണം സാധാരണക്കാരുടെ കയ്യിൽ ബൈയിങ് പവർ ഇല്ല. അങ്ങനെ ബൈയിങ് പവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് താഴേക്ക് പോയി. ഇത് തന്നെ ഇന്ത്യയുടെ മാന്ദ്യത്തിൻ്റെ ആധികാരികമായ ഒരു കാരണമായി തീരുന്നു. കാരണം എവിടെ ലാഭേച്ഛയുണ്ടോ അവിടെയാണ് വ്യവസായികളും മൂലധനം മുടക്കുന്നവരും ഒക്കെ ഇടപെടുക. വെറുതെ പണം കൊടുത്താൽ പോലും, വളരെ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിങ്ങൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ പോലും ലാഭസാധ്യതയില്ലാത്ത ഒരു വിപണിയിൽ ആരും നിക്ഷേപത്തിന് തയ്യാറായി വരില്ല. അതാണ് ഈ 3.7% എന്ന് പറയുന്ന വില നിലവാരം കാണിക്കുന്നത്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ഏത് മേഖലയിലാണെങ്കിലും ലാഭം ഉണ്ടാവില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ വ്യവസായികൾ വരില്ല. ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു 70% കപ്പാസിറ്റി യൂട്ടിലൈസേഷന് നടക്കുന്നുള്ളൂ എന്ന്. നമുക്കറിയാം, ഇപ്പോൾ എക്സ്പോർട്ട് അതായത് വസ്ത്രനിർമ്മാണ മേഖല തന്നെ എടുക്കൂ. വസ്ത്രനിർമ്മാണ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എക്സ്പോർട്ട്. അതിൽ തന്നെ -5% ആണ് ഉണ്ടായിട്ടുള്ള എക്സ്പോർട്ട് ഗ്രോത്ത്. 5% നെഗറ്റീവാണ്. അപ്പം ഇങ്ങനെ ഉള്ള, അതായത് അപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്നു, അതുപോലെ ഉൽപ്പാദനം ഇല്ലാതെ വരുന്നു. ഇപ്പോൾ ഡബിൾ ഷിഫ്റ്റ് ഉള്ളത് സിംഗിൾ ഷിഫ്റ്റ് ആകുന്നു. ആ തരത്തിൽ ഈ നിക്ഷേപം നടത്തിയിട്ടുള്ളവർ തന്നെ അതിൽ നിന്ന് പിന്മാറുന്നു, പുതിയ നിക്ഷേപങ്ങൾ വരുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഉൽപാദന മാന്ദ്യം എന്ന് നമ്മൾ പറയുന്നത്. ഉൽപാദന മാന്ദ്യം എന്ന് വെച്ചാൽ അതിനോട് അനുബന്ധമായി തന്നെ തൊഴിൽ ലഭ്യത ഇല്ലാതെയാകുന്നു, അല്ലെങ്കിൽ തൊഴിൽ നഷ്ടം. അത് CMI തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ തിരിച്ചു വരാം ഡോക്ടർ മേരി ജോർജ്. ഡോക്ടർ KN ഹരിലാൽ, അപ്പോൾ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞതുപോലെ തന്നെ ഇത് കണക്ക് വെച്ചുള്ള ചില കളികൾ മാത്രമാണ് എന്ന് ഡോക്ടർ മേരി ജോർജ് പറഞ്ഞതിൽ നിന്നും കൂടി അതാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ ഐസക്കും പറഞ്ഞതാണ് ഈ എന്തുകൊണ്ടാണ് ജെയ്റ്റ്ലി ഇങ്ങനെ ഒരു അവകാശവാദം വളർച്ചയുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ഡോക്ടർ തോമസ് ഐസക്കിന്. അത് ശരിവെക്കുന്ന തരത്തിൽ കണക്കുകളെ അതിനനുസരിച്ച് യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് ഡോക്ടർ മേരി ജോർജും കൂടി പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്? ഡോക്ടർ KN ഹരിലാൽ. ഈ ബജറ്റിൽ കുറച്ച് ഇംപ്രസീവ് ആയിട്ടുള്ള കുറേ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല വിൻഡോ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് അങ്ങനെ പോവുകയാണെങ്കിൽ, കണക്കുകൾ വിശദമായി പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ ഇന്നിപ്പോൾ നേരിടുന്ന കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ ബജറ്റിലില്ല. കാതലായിട്ടുള്ള പ്രശ്നം വളരെ ക്ലിയറാണ്. കാരണം ഈ എക്കണോമിക് സർവേയിൽ പറഞ്ഞൊരു കാര്യം ഇവിടെ ഇപ്പോൾ ഡോക്ടർ മേരി ജോർജും അത് സൂചിപ്പിച്ചു. അതായത് ബാങ്കുകളിൽ പണമുണ്ട്, പക്ഷേ ബാങ്കുകളുടെ NPA ലെവൽ വളരെ കൂടുതലാണ്. പബ്ലിക് സെക്ടർ ബാങ്കുകൾ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വായ്പ പോകുന്നില്ല, പുതിയ വായ്പ പോകുന്നില്ല. പുതിയ വായ്പ എടുക്കാനായിട്ട് സംരംഭകർ, ചെറിയ സംരംഭകർ തയ്യാറാവുന്നില്ല, വൻകിടക്കാർ തയ്യാറാവുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ നിക്ഷേപം, സ്വകാര്യ മേഖലയുടെ നിക്ഷേപം നെഗറ്റീവായി മാറിയിരിക്കുന്നു. ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. സമ്പദ്ഘടനയിലുള്ള സംരംഭകരുടെ, വിദേശ നിക്ഷേപകരുടെ, സ്വദേശി നിക്ഷേപകരുടെ ഒക്കെ
കോൺഫിഡൻസ് ലെവൽ വളരെ കുറവാണെന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ആ ഒരവസ്ഥ മാറ്റിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ബജറ്റിൽ വരേണ്ടത്. ആ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടില്ല. ആ നിർദ്ദേശങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ഇപ്പം 3.2% വരെ ഫിസിക്കൽ ഡെഫിസിറ്റ് പോകുന്നതിനെക്കുറിച്ച് ധനമന്ത്രി പറഞ്ഞു. കുറേയധികം ഇൻവെസ്റ്റ്മെൻറ്റ് നിർദ്ദേശങ്ങൾ പൊതുമേഖലയിൽ ഉണ്ടായിട്ടുണ്ട്, ഗ്രാമമേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ സമ്പദ്ഘടന നേരിടുന്ന ഗുരുതരമായ മാന്ദ്യതരംഗം, കോൺഫിഡൻസ് നശിക്കുന്ന അവസ്ഥ, അത് മറികടക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല. ഡീമോണറ്റൈസേഷൻ്റെ ഫലമായിട്ടുള്ള റിസഷനറി ആയിട്ടുള്ള പ്രത്യാഘാതം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡീമോണറ്റൈസേഷൻ കൊണ്ട് പ്രയോജനമുണ്ടാവും, നികുതി പിരിവിൽ അല്ലെങ്കിൽ ടാക്സ് ബേസിൻ്റെ വർധനവ് ഉണ്ടാവും എന്നെല്ലാം ഉള്ള പ്രോമിസസ് അത് യാഥാർത്ഥ്യമായി മാറുന്നില്ല. ചില കണക്കുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ഈ നികുതി നമ്മളൊരു തീരെ കംപ്ലയൻസ് ഇല്ലാത്ത രാഷ്ട്രമാണെന്നുള്ളതിന് ചില കണക്കുകളൊക്കെ വെച്ചു. ആ കണക്കുകൾ അത്ഭുതപ്പെടുത്തുന്ന കണക്കുകളാണ്. പക്ഷേ ആ കണക്കുകളുടെ പിന്നാലെ പോയി നമ്മുടെ ടാക്സ് ബേസ് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളില്ല. ആ ടാക്സ് ബേസ് വർദ്ധിപ്പിച്ചാൽ ഉണ്ടാവുന്ന നികുതി വർധനവിനെക്കുറിച്ചുള്ള ബയോവൻസിയെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളുമൊന്നും ഈ ബജറ്റിൽ കാണുന്നു. യെസ്, ഡോക്ടർ ബി എ പ്രകാശ്, ഡോക്ടർ ഐസക്കും ഡോക്ടർ കെ എൻ ഹരിലാലും ഡോക്ടർ മേരി ജോർജും ഏതാണ്ട് ഈ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ ഇന്നത്തെ ബഡ്ജറ്റ് അവതരണത്തെ കാണുന്നത്. അതിനകത്ത് അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ രാജ്യത്തിന് ശുഭോദർക്കമായി കൃത്യമായ രീതിയിൽ രാജ്യത്തിൻ്റെ വളർച്ചയെ ചൂണ്ടിക്കാട്ടുന്ന രീതിയിലുള്ള വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥായിയായ അവതരണം ഒന്നുമില്ല, പ്രഖ്യാപനങ്ങളൊന്നുമില്ല എന്ന് തന്നെ കാണേണ്ടി വരുമോ? ഇത് ഒരു തരത്തിൽ അപകടമില്ലാതെ ഈ ഒരു തെരഞ്ഞെടുപ്പ് സീസണെ മറികടക്കുക എന്നതിനപ്പുറം ഈ ബഡ്ജറ്റിലൊന്നുമില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ഞാൻ ഈ ബഡ്ജറ്റിനെ കാണുന്നത്, അതായത് ഈ കറൻസി അസാധുവാക്കൽ മൂലം ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇന്ത്യൻ സമ്പദ്ഘടന രൂക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയി. സമ്പദ്ഘടനയുടെ ചലനങ്ങളെപ്പറ്റി ഇതുവരെ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളും അല്ലെങ്കിൽ എക്കണോമിക് സർവേയിൽ ഈ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും വരാൻ പോകുന്ന ഗ്രോത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്, സെക്ടർ വൈസ് ആയിട്ടുള്ള ഗ്രോത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റ് എസ്റ്റിമേറ്റ്സുകൾ എടുത്താലും കാര്യമായ ഒരു സാമ്പത്തിക മാന്ദ്യം സമ്പദ്ഘടനയിൽ കഴിഞ്ഞ 3 മാസമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് കാർഷിക മേഖലയിലുണ്ട്, വ്യവസായ മേഖലയിൽ കാര്യമായ ഒരു ഇടിവ് വന്നിട്ടുണ്ട്, സർവീസ് സെക്ടറിൽ കാര്യമായ ഇടിവ് വന്നിട്ടുണ്ട്, സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ടെന്ന് എക്കണോമിക് സർവേ തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞ കണക്ക് തന്നെ എക്കണോമിക് സർവേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ വളരെ ഗൗരവമായ രൂക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക മാന്ദ്യം എക്കോണമിയിൽ നിലനിൽക്കേ അതിനെ അഡ്രസ്സ് ചെയ്യാതെ, അതൊരു പ്രശ്നമായിട്ടേ പറയുന്നില്ല, അങ്ങനെ ഒരു സാമ്പത്തിക മാന്ദ്യം ഉള്ളതായിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ കാതലായ ഈ ബഡ്ജറ്റിൻ്റെ ഒരു പരിമിതി, അതായത് രാജ്യത്ത് നിലനിൽക്കുന്ന രൂക്ഷമായിട്ടുള്ള വിവിധ മേഖലകളിൽ നിലനിൽക്കുന്ന സാമ്പത്തിക മാന്ദ്യം ഉണ്ടെന്ന് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. പിന്നെ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള നയങ്ങളില്ല. അപ്പോൾ അതൊരു സബ്ജക്റ്റേ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തകരാറായിട്ട് ഞാൻ അതിനെ കാണുന്നത്. യെസ്, ഡോക്ടർ തോമസ് ഐസക്, ഈ ഡിസംബർ 30 പ്രധാനമന്ത്രി ഒരു പ്രസംഗം രാജ്യത്തോട് നടത്തിയല്ലോ. 50 ദിവസം കഴിഞ്ഞതിന് ശേഷം, നോട്ട് നിരോധനം വന്നതിന് ശേഷം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, ബാങ്കിൽ നിന്ന് ലോൺ ആർക്കൊക്കെ കൊടുക്കും, എവിടെയൊക്കെ വീട് വെക്കുന്നതിനുള്ള പണം ലോണായി കൊടുക്കും, അങ്ങനെ ഡിമോണിറ്റൈസേഷൻ്റെ പ്രശ്നങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നതിന് ഒരു പരിഹാരമായി ഒരു നിർദ്ദേശമാണ് അവിടെ വന്നത്. ബാക്കി ബഡ്ജറ്റിൽ ഉണ്ടാകും, ഇതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും ബഡ്ജറ്റ് എന്ന തരത്തിലുള്ള സൂചനയാണ് അന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സാധ്യത, അല്ലെങ്കിൽ അത് അന്ന് പ്രസംഗിച്ചതൊക്കെ ഓർക്കുന്നു എന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഈ ബഡ്ജറ്റിൽ ഉണ്ടോ? ഈ സാധാരണക്കാരെ കഷ്ടപ്പെടുത്തി, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു ആ ഡിമോണിറ്റൈസേഷൻ്റെ പല കാര്യങ്ങളും ഇതിനകത്തില്ല, അത് വീണ്ടെടുക്കാൻ പറ്റുന്നതുമല്ല എന്ന്. പക്ഷേ ഇതിനകത്ത് ആ ഡിമോണിറ്റൈസേഷനെ കുറിച്ചുള്ള വാക്കുകൾ പലതും പറയുന്നുണ്ടല്ലോ. ആ നിലയ്ക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് വായിക്കാനുണ്ടോ? ഒന്നുമില്ല ഡിമോണിറ്റൈസേഷനിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഈ ബഡ്ജറ്റിൽ എന്നാണോ താങ്കൾ കാണുന്നത്? അത് ജെയ്റ്റ്ലി ഈ BJP സർക്കാരും അവരുടെ വാചകമടിയുടെ തടവുകാരായിട്ട് മാറിയിരിക്കുകയാണ്. ഈ നോട്ട് നിരോധനത്തെക്കുറിച്ച് മോഡി പറഞ്ഞു വന്ന ആഖ്യാനം 50 ദിവസത്തെ പ്രശ്നമുള്ളൂ. കാശ് പിൻവലിച്ചതുകൊണ്ട് താൽക്കാലികമായ ചില പ്രശ്നങ്ങൾ,
ഇത് മാർച്ച് 30 നോട്ട് തിരിച്ചെത്തും, അതോടുകൂടി പ്രശ്നവും തീരും. ഇതാണ് പറഞ്ഞു വന്നത്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ജെയ്റ്റ്ലിക്ക് അല്ല നാട്ടിൽ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പാൻസീവ് ഫിസ്ക്കൽ സ്റ്റിമുലസ് കൊടുക്കുന്ന വലിയൊരു ബഡ്ജറ്റ് വേണം. ഈ 2006 മാന്ദ്യമുണ്ടായപ്പോൾ നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4% ഉയർത്തിയേ. 4 ഒരു 3.5% ധനക്കമ്മി കൂട്ടിക്കൊണ്ടാണെങ്കിലും സർക്കാരിൻ്റെ ചെലവ് വർദ്ധിപ്പിക്കണം എന്നൊരു കാഴ്ചപ്പാട് വെക്കാൻ പറ്റൂലല്ലോ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞു വന്ന നോട്ട് നിരോധനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിന് ഘടകവിരുദ്ധമാവില്ലേ? അതുകൊണ്ട് ജെയ്റ്റ്ലി ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലും ബഡ്ജറ്റിലും എക്കണോമിക് സർവേയിലും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇതൊരു പ്രശ്നമല്ല, അങ്ങനെ ഒന്നില്ല, മാന്യമില്ല. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചിരിക്കുന്നു? ഈ സാമ്പത്തിക മുരടിപ്പിൻ്റെ കാലത്ത് 3.2% മാത്രം കമ്മി. റിവൈസ്ഡ് ബഡ്ജറ്റിനേക്കാൾ വെറും 6.5% മാത്രമാണ് ബഡ്ജറ്റിൻ്റെ ചെലവ് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നത്. 6.5% മാത്രമേ. വിലക്കയറ്റം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർധനയേ ഇല്ലാത്തൊരവസ്ഥ വിശേഷം. ഇത് കേട്ടുകേൾവി ഇല്ലാത്തൊരു കാര്യമാണ്. സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഒരു കാലത്ത് സർക്കാരും ചെലവ് ചുരുക്കുക. യഥാർത്ഥത്തിൽ ഈ വിലക്കയറ്റം കൂടി കണക്കെടുക്കുമ്പോൾ ചെലവ് ചുരുക്കൽ കോൺട്രാക്ഷറിയാണ്. നമ്മുടെ സംസ്ഥാന വരുമാനത്തിൻ്റെ ശതമാനമായിട്ട് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 14.5% നിന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായത് ഒരു 0.5% കുറഞ്ഞിരിക്കുക. രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് ചെലവ് കഴിഞ്ഞോണത്തെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് രാജ്യ വരുമാനത്തിൻ്റെ ശതമാനമായി കണക്കാക്കിയാൽ അതിനേക്കാൾ കുറവാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റ് ഔട്ട്ലേ. അതുകൊണ്ട് മാന്ദ്യകാലത്ത് ചെലവ് ചുരുക്കൽ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മോഡി ഇതിൻ്റെ. സത്യം പറഞ്ഞാൽ ചിരി വരും. കാരണം വെച്ചാൽ മോഡിയുടെ ജെയ്റ്റ്ലിയുടെ പ്രസംഗത്തിൽ ജെയ്റ്റ്ലി പറയുന്നുണ്ട്, നമ്മുടെ FRBM റിവ്യൂ കമ്മിറ്റി നമ്മുടെ നോട്ട് നിരോധനം പോലുള്ള വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു തർക്കവും വേണ്ട, 3.5% വരെ ഡീവിയേഷൻ ആവാം, 3 തന്നെ കിടക്കണ്ട. പക്ഷെ ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് അറിയാം, എനിക്ക് വേണ്ട, ഞാൻ 3 തന്നെ കിടക്കാൻ പോയിന്, പോട്ടെ 3.5 ആയിക്കോട്ടെ, 3.2 ആയിക്കോട്ടെ. എന്നുവെച്ചാൽ ഉണ്ടായിട്ടുള്ള നിയമപരമായ സാധ്യത പോലും വിനിയോഗിക്കാൻ കഴിയാതിരുന്നത് ഈ ഒരു മോഡിയുടെ നരറ്റീവിൻ്റെ തടവുകാരനായിട്ട് ജെയ്റ്റ്ലി മാറിയത് കൊണ്ടാണ്. ഒരു സാമ്പത്തിക വിദഗ്ധൻ അങ്ങനെ ആകേണ്ടതാണോ? രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാകുമ്പോൾ ഇങ്ങനെ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞ അർത്ഥത്തിലാകാൻ പാടുണ്ടോ? ഡോക്ടർ മേരി ജോർജ്, ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു വലിയ തട്ടിപ്പാണ് അങ്ങനെയാണെങ്കിൽ ശ്രീ അരുൺ ജെയ്റ്റ്ലി ഇന്ന് പാർലമെന്റിൽ ബഡ്ജറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ റിവൈസ്ഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഉണ്ടല്ലോ, അതാണല്ലോ ശരിക്കും കൃത്യമായി ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഏറ്റവും ഒടുവിലത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൽ നിന്നുകൊണ്ട് വേണ്ടേ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴുള്ള തുകകളെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരേണ്ടത്. അവിടെ ജനങ്ങളുടെ മുമ്പിൽ ആദ്യം അവതരിപ്പിച്ച ഒരു കണക്ക്, കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച ഒരു കണക്ക് വെച്ചുകൊണ്ട് അതിനെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കണക്കാണ് ഇപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് തോന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്ര കൂടുതൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് തോന്നും. പക്ഷേ ഇന്ന് ഡോക്ടർ ഐസക് തന്നെ ചൂണ്ടിക്കാട്ടിയ പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമീണ സഡക് യോജന, സർവശിക്ഷ അഭിയാൻ, ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, അമൃത് പദ്ധതി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് തുല്യമോ കുറവോ ആണ് ഈ ബഡ്ജറ്റിലെ കാര്യങ്ങൾ ശരിക്കും പരിശോധിച്ചാൽ. അത് പക്ഷേ ഒരു തട്ടിപ്പാണ് എന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. കാരണം ഇതിലൊരു ഫോക്കസ് ഷിഫ്റ്റ് ഉണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ ഊന്നൽ കൊടുത്തിരുന്നത് കോർപ്പറേറ്റ് സെക്ടറിന്, അതുപോലെ ഓഹരി കമ്പോളത്തിന്, വിദേശ ഇൻവെസ്റ്റ്മെൻറ്റിന്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന്, ഇതിനൊക്കെയായിരുന്നു. ഇപ്രാവശ്യത്തെ ബജറ്റിൽ ഈ ഫോക്കസ് അവിടെ നിന്ന് മാറ്റി സോഷ്യൽ സെക്ടറിന്, തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള സംരംഭങ്ങൾക്ക് ഒക്കെയാക്കി മാറ്റി. അതുകൊണ്ടാണ് സ്മോൾ MSME, അതായത് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിന് ഊന്നൽ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, ഒരുപക്ഷെ UPA ഗവൺമെൻറ്റിൻ്റെ ഭാരത് നിർമ്മാൺ പോലെയുള്ള ഒരു ഒരു പദ്ധതിയാണ് ഗ്രാമീണ മേഖലയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നേരത്തെ CMI ഒക്കെ പറഞ്ഞിരുന്നു നഗരത്തിലും ഗ്രാമങ്ങളിലും കൂടുതലായിട്ട് ഗ്രാമങ്ങളിലും തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പം ആ തൊഴിൽ തിരിച്ചു പിടിക്കണം, ഒരു പക്ഷേ അതിനേക്കാൾ ഉപരി എങ്കിൽ മാത്രമേ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ മാന്ദ്യാവസ്ഥയെ മറികടക്കാൻ പറ്റൂ. ആ ഒരു വിചാരം കൊണ്ടാകണം ജെയ്റ്റ്ലി കാർഷിക മേഖലയ്ക്ക് മാന്യാവസ്ഥ ഉണ്ടെന്ന് അദ്ദേഹം അറിയുന്ന പോലും ഇല്ല, അങ്ങനെ പരിഗണിക്കുന്ന പോലും ഇല്ല. അതുകൊണ്ടാണ് ഈ 3.2 ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ കുറിച്ച് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിയമപരമായി തന്നെ അത് വർദ്ധിപ്പിക്കാനുള്ള അവസരം ഉള്ളപ്പോൾ പോലും അതിന് ശ്രമിക്കാതിരിക്കുന്നത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഫിസ്ക്കൽ കൺസോളിഡേഷൻ അദ്ദേഹം മുറുകെ പിടിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ അതായത് ഒട്ടുമേ ശ്ലാഘനീയമായ ഒരു കാര്യമല്ല. അതേസമയം അദ്ദേഹം അതിന് വിഭവങ്ങൾ കണ്ടെത്താൻ വേണ്ടിയായിരിക്കാം ഈ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വൻകിട മേഖലയ്ക്ക് വേണ്ടി കാര്യമായ വിഭവ വിന്യാസം നടത്താതെ തന്നെയാണ് കാർഷിക മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്നു. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, റൂറൽ ഹൗസിംഗ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കുമാണ്, പല മേഖലകളിലേക്കുമാണ് വിഭവ വിന്യാസം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വൻകിടക്കാരിൽ നിന്ന് ചെറുകിടക്കാരിലേക്ക്, അതായത് യഥാർത്ഥത്തിൽ ഗ്രോത്ത് വിതരണം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ കഴിഞ്ഞ ബജറ്റുകളിലൊന്നും നമുക്ക് ആ ഫീലിംഗേ ഉണ്ടാവില്ലായിരുന്നു. ഗ്രോത്ത് വിതരണം ചെയ്യപ്പെടാനുള്ള അത് കേന്ദ്രീകരിക്കപ്പെടാനാണ് എന്ന് തോന്നത്തക്ക രീതിയിലായിരുന്നു കഴിഞ്ഞ ബജറ്റുകൾ. പക്ഷേ ഈ ബജറ്റിൽ അങ്ങനെയല്ല. ഈ ഫോക്കസിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഡോക്ടർ ഐസക്കിലേക്ക് ഒന്ന് വരേണ്ടതാണ്. ഞാൻ അതിനു മുമ്പ് ഡോക്ടർ KN ഹരിലാലിനോട് ചോദിക്കട്ടെ. ഈ പറഞ്ഞ അർത്ഥത്തിൽ ഒരു ഫോക്കസ് ഷിഫ്റ്റ് കൊണ്ടുവന്ന് ഗ്രാമീണ മേഖലയ്ക്ക് കൂടുതൽ ട്രസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ രീതിയിൽ ശ്രീ അരുൺ ജെയ്റ്റ്ലി ഇങ്ങനെ ഒരു തകിടം മറിച്ചിൽ നടത്തിയിട്ടുണ്ടാകുക? വലിയ ഫോക്കസ് ഷിഫ്റ്റ് ഒന്നും നടന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഗ്രാമീണ മേഖല ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ വന്നു. പക്ഷേ അടിസ്ഥാന പ്രശ്നം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലല്ലോ. ഇപ്പോൾ ഈ NBA വന്നു, നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളെല്ലാം കുഴപ്പത്തിലാണ്. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് എക്കണോമിക് സർവേ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് സെക്ടറിൻ്റെ, പ്രൈവറ്റ് സെക്ടറിൻ്റെ ബാലൻസ് ഷീറ്റിലെ ക്ഷീണമാണ്, അവിടെ ഉണ്ടായിരിക്കുന്ന കടവും നഷ്ടവുമാണ് പൊതുമേഖലാ ബാങ്കുകളുടെയും ബാങ്കുകളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഈ ബാലൻസ് ഷീറ്റുകളെല്ലാം റീസ്ട്രക്ചർ ചെയ്യുന്നതിന് ഗവൺമെൻറ് എന്താണ് ചെയ്യാൻ പോകുന്നത്? അൾട്ടിമേറ്റ്ലി പൊതുജനങ്ങളുടെ നികുതി എടുത്തിട്ട് ഈ ബാങ്കുകളെയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് സെക്ടറിനെയും സഹായിക്കുന്ന നടപടികളിലേക്ക് തന്നെയാണ് ഗവൺമെൻറ് പോകുന്നത്. അതേ അവസരത്തിലാണ് സബ്സിഡികളെക്കുറിച്ചൊക്കെ നമ്മൾ വേവലാതി കൊള്ളുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സമീപനത്തിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഫിസ്ക്കൽ കൺസർവേറ്റിസത്തിൻ്റെ തുടർച്ച കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ അമേരിക്കയിലെ ബാങ്ക് റേറ്റ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് പുറത്തേക്ക് ഇന്ത്യയിൽ നിന്നുള്ള FII പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. അതടക്കം കണ്ടുകൊണ്ട് ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ വീണ്ടും 3.2% അതിനപ്പുറത്തേക്ക് പോകാനുള്ള ധൈര്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കില്ല. കാരണം റേറ്റിംഗ് ഏജൻസിയൊക്കെ ഭയന്നുകൊണ്ടുള്ള ബജറ്റ് പ്രിപ്പറേഷൻ തന്ത്രങ്ങൾ തന്നെയാണ് മുമ്പ് സ്വീകരിക്കുന്നത്. അടിസ്ഥാന സമീപനത്തിൽ മാറ്റം വരുന്നില്ല. ഇപ്പോൾ ഉള്ള വ്യത്യാസം ഡിമോണിറ്റൈസേഷൻ കൊണ്ടുണ്ടായ ഒരു റിസഷണറി ട്രെൻഡ് കൂടെ, അതുകൂടെ സംഭവങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, ഡോക്ടർ ഐസക്, ഈ ബഡ്ജറ്റിനെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ, ഒരു ധനകാര്യമന്ത്രി ഇന്ത്യയിൽ താങ്കളാണ് ഒരാൾ. സംസ്ഥാനത്തിന് എന്ത് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വേണം താങ്കളുടെ ബഡ്ജറ്റ് ശരിയാക്കിയെടുക്കാനെന്ന് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. അതിന് പക്ഷേ ഒരു വഴിയും ഇതിനകത്ത് കാണുന്നില്ല. എത്ര കിട്ടുമെന്നുള്ളതിനെക്കുറിച്ചുള്ള തത്വവും താങ്കൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് താങ്കൾ ഇന്ന് ഉച്ചയ്ക്ക് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും? നമുക്ക് പിന്നെ ഒളിച്ചോടാൻ പറ്റുമോ? ഉള്ളതിനുള്ളിൽ നിൽക്കേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ലഭിച്ചതിനേക്കാൾ 11% കൂടുതൽ പണം മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു 0.5% കൂടുതൽ വായ്പ എടുക്കാൻ അനുവദിക്കണം എന്നുള്ളത് ഇനി പ്രസക്തിയില്ല. കാരണം ജെയ്റ്റ്ലി തന്നെ സ്വയം വായ്പ എടുക്കണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ പിന്നെ നമ്മൾ ചോദിച്ചാൽ കിട്ടുമോ? പിന്നെ മൂന്നാമതുള്ളത് സ്കീമുകളിൽ നമ്മുടെ വിഹിതം എത്രയെന്നുള്ളതാണ്. അത് ഇതുവരെയും പ്ലാനിംഗ് കമ്മീഷനാണ്
ഈ സ്കീമുകളിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും വിഹിതമൊക്കെ നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ പ്ലാനേ ഇല്ലാതെ വരുമ്പോഴത്തേനും അതെങ്ങനെയാണ് എത്ര വെച്ച് ഓരോ തുകയും കിട്ടുമെന്നുള്ളത് ഇന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരുപക്ഷെ വിശദമായ കണക്കുകൾ ഇപ്പം തന്നെ ഇൻ്റർസ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ അറിവിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ സംസ്ഥാന ബഡ്ജറ്റിനെ ഇത് വളരെയധികം പരിങ്ങലിലാക്കുന്നുണ്ട്. ഡോക്ടർ ഐസക്, നേരത്തെ പ്രൊഫസർ മേരി ജോർജ് ചൂണ്ടിക്കാട്ടിയത് താങ്കൾ ശ്രദ്ധിച്ചല്ലോ, ഈ ഫോക്കസ് ഷിഫ്റ്റ് കൊണ്ടാണ് ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആയിട്ട് താരതമ്യം ചെയ്യാതെ ആദ്യത്തേതിനേക്കാൾ കുറവോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള തുക വന്നതെന്നാണ് ഡോക്ടർ മേരി ജോർജ് വിലയിരുത്തിയത്. അങ്ങനെയുണ്ടോ? അങ്ങനെയാണെങ്കിൽ വേറൊരു ഫോക്കസ് ഷിഫ്റ്റ് താങ്കൾ കാണുന്നുണ്ടോ ഇതിനകത്ത്? അത് ശരിയായിട്ടുള്ളൊന്നല്ല. പക്ഷേ ജെയ്റ്റ്ലിയുടെ അവതരണത്തിൽ അങ്ങനെ തോന്നലുണ്ടാക്കിച്ചിട്ടുണ്ട്. വലിയ വിദഗ്ധരടക്കമുള്ളവർ ഇന്ന് ടി വിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതായി കേട്ടു. ആദ്യം മനസ്സിലാക്കുന്നത് ആകെ ചിലവ് വർദ്ധിക്കുന്നത് റിവൈസ് എസ്റ്റിമേക്കാൾ 6% മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ വേഗത്തിൽ ചില കണക്കുകൾ പറയാം. തൊഴിലുറപ്പ് പദ്ധതി, അവിടെയാണല്ലോ ഒരു ഫോക്കസ് ഷിഫ്റ്റ് വന്നതെന്ന് പലരും പറഞ്ഞത്. 48,000 കോടി രൂപയാണ് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ റിവൈസ്ഡ് ബഡ്ജറ്റിനേക്കാൾ 500 കോടി മാത്രമാണ് കൂടുതൽ. ഈ തുക കൊണ്ട് 100 ദിവസത്തെ പണിയൊന്നും ജെയ്റ്റ്ലി പറഞ്ഞാലും കൊടുക്കാൻ പറ്റില്ല. ശരാശരി 45 ദിവസത്തെ പണിയെ രജിസ്റ്റർ ചെയ്ത തൊഴിലാളിക്ക് നൽകാൻ പറ്റുള്ളൂ. PMGY 19,000 കോടി രൂപയാണ്. കഴിഞ്ഞ റിവൈസ്ഡ് ബഡ്ജറ്റിലും 19,000 കോടി രൂപയാണ് ചിലവ്. സർവശിക്ഷാ അഭിയാന് 1,300 കോടി രൂപ, ഉച്ചഭക്ഷണത്തിന് 300 കോടി രൂപ, ദേശീയ കുടിവെള്ള പദ്ധതിക്ക് 50 കോടി രൂപ അധികം, അത്രയേ ഉള്ളൂ. സാമൂഹ്യ പെൻഷനുകൾ, ഓൾഡ് ഏജ് പെൻഷൻ, ഇതിന് കഴിഞ്ഞ തവണ ഇപ്പോൾ നിലവിലുള്ള വർഷത്തിൽ 9,500 കോടി രൂപ, ഇപ്പോൾ നമ്മുടെ പുതിയ ബഡ്ജറ്റിലും 9,500 കോടി രൂപ. കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിന് വേണ്ടിയിട്ട് 3,000 കോടി രൂപയെ കൂടുതൽ കഴിഞ്ഞ ഈ റിവൈസ് ബഡ്ജറ്റിനേക്കാൾ കൂടുതലായിട്ടുള്ളൂ. ഗ്രാമവികസന വകുപ്പിന് ഞാൻ ഓരോ തുകയും പറഞ്ഞു പോകുന്നില്ല, അവിടെയും 3,000 കോടി രൂപയെ അധികമായിട്ടുള്ളൂ. പിന്നെ ഏതർത്ഥത്തിലാണ് നമ്മൾ ഫോക്കസ് ഷിഫ്റ്റിനെ കുറിച്ച് പറയുന്നത്? ജെയ്റ്റ്ലി നന്നായിട്ട് പാക്കേജ് പറഞ്ഞു എന്നുള്ളതാണ്. പ്രസംഗം നല്ല കലക്കനാണ്, കേട്ടവർക്കൊക്കെ തോന്നും വലിയൊരു മാറ്റം ഗ്രാമീണ മേഖലയ്ക്ക് നൽകുന്നുണ്ടെന്ന്. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ കണക്ക് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ നിരാശരാവേണ്ടി വരും. ഡോക്ടർ ഐസക്, ഒരു 10 മിനിറ്റ് കൂടി മാത്രമേ ഞാൻ അങ്ങേ ഈ ചർച്ചയിൽ ബുദ്ധിമുട്ടുകയുള്ളൂ. അങ്ങേക്ക് തിരക്കുണ്ടെന്ന് എനിക്കറിയാം. ഈ ഘട്ടത്തിലൊന്ന് അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് എടുക്കണമല്ലോ. ഡോക്ടർ BA പ്രകാശ്, ഇപ്പോൾ ഡോക്ടർ ഐസക് ചൂണ്ടിക്കാട്ടിയ ഈ ഒരു പ്രശ്നം ഉണ്ട്. ഇതിനകത്ത് വളരെ പൊയറ്റിക്കായ ഭാഷയൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് സാധാരണ ധനകാര്യമന്ത്രിമാർ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോഴും കണക്കുകൾ എവിടെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. പക്ഷേ ഇവിടെ അത് കാണുന്നില്ല. 34% നികുതി ഇനത്തിൽ കിട്ടി എന്നുള്ളതിനെ ഡോക്ടർ ഐസക് എന്ന് ചൂണ്ടിക്കാട്ടി. ഈ ആളുകൾ കൊണ്ടുപോയി നോട്ട് നിരോധനം വന്നപ്പോൾ കൊണ്ട് ഇട്ടതിൻ്റെ പുറത്തൊക്കെ ഉണ്ടായിട്ടുള്ള നികുതി ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് 34%ത്തിലേക്ക് വന്നത്. പക്ഷേ മറ്റ് രീതിയിൽ കൂടെ കിട്ടേണ്ട നികുതി, എക്സൈസ് ഡ്യൂട്ടി ആയി കിട്ടേണ്ടതൊക്കെ എവിടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ ഐസക്. അത്തരത്തിലുള്ള ധനകാര്യ വിദഗ്ധൻ്റെ കരസ്പർശമുള്ള ഒരു ബഡ്ജറ്റായി ഇതിനെ കാണാൻ താങ്കൾക്കുമാകുന്നില്ലേ ഈ ബഡ്ജറ്റിന്? അതായത് ഈ സാധാരണഗതിയിൽ ഈ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളുടെ ബഡ്ജറ്റ് അത് കുറേയൊക്കെ ഒരു പ്രചരണത്തിന് വേണ്ടിയുള്ള പരിപാടിയാണ്, രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയാണ്. അത് എല്ലായിടത്തും നടത്തുന്ന പരിപാടിയാണ്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കണ പോലെ അത് വലിയ കൃത്യമായിട്ട് നടപ്പിലാക്കി റിസൾട്ട് ഉണ്ടാക്കാനൊന്നുമല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ നമ്മൾ പരിശോധിച്ചാൽ പലതും ഒന്നും കാണില്ല. അത് സംസ്ഥാനത്തായാലും ശരി കേന്ദ്രത്തിലായാലും ശരിയാണ്. അത് പദ്ധതിയുടെ കാര്യമായാലും മറ്റു കാര്യങ്ങളായാലും ഏതാണ്ട് ഇതാണ്. അതുകൊണ്ട് ആ ഒരു ഇത് കൂടെ നമ്മൾ കാണണം, പ്രത്യേകിച്ച് നമ്മളിത് പറയുമ്പോൾ. അത് ഡോക്ടർ ഐസക്കും അങ്ങനെ ചെയ്യുന്നതാണ് പറഞ്ഞത്, അദ്ദേഹം ചിരിക്കുന്നുണ്ട്. അത് വേറൊരു വശം. പിന്നെ വേറൊരു കാര്യം, ഇതിന് ഈ ബഡ്ജറ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ അതിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. കാരണം ഇതിൽ നമ്മൾ മറ്റ് കണക്കുകൾ പറയുന്നതിനേക്കാളും ഇതിൻ്റെ ഒരു നയസമീപനമാണ് വളരെ പ്രധാനം. ഇത് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് ഒരു ദരിദ്ര ജനവിഭാഗങ്ങൾ, ഗ്രാമീണ മേഖല, ഈ മേഖലയിലേക്ക് വലിയൊരു ഷിഫ്റ്റ് കൊടുത്തു എന്നുള്ള ഒരു അവതരണത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ തരത്തിൽ അങ്ങനെ വലിയൊരു കാര്യമായ ഒരു ഷിഫ്റ്റ് വന്നു എന്നുള്ളൊരു ധാരണ എനിക്കില്ല. കാരണം ഇപ്പോൾ ദാരിദ്ര്യം തന്നെ എടുക്കാം. ഈ നോട്ട് നിരോധനം മൂലം ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും ദുരിതവും വന്നിട്ടുള്ളത് ദരിദ്ര ജനവിഭാഗങ്ങളിലൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻഫോർമൽ സെക്ടറിലുള്ളതാണ്.
നോട്ട് നിരോധനം മൂലം ഇങ്ങനൊരു പ്രശ്നമേ ഉണ്ടെന്ന് ധനമന്ത്രി അംഗീകരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻഫോർമൽ സെക്ടറിലുള്ളവർക്ക് റിലീഫ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആശ്വാസം കൊടുക്കുന്നത്? ഇപ്പോൾ അകപ്പാടെ പറഞ്ഞിരിക്കുന്നത് നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സെൻട്രലി സ്പോൺസേഡ് സ്കീംസും മറ്റ് പരിപാടികളും, അതുപോലെ അതിന് കുറച്ച് കൂടുതൽ തുക വെച്ചിട്ടുണ്ട്, അങ്ങനെ ഞങ്ങൾ വലിയൊരു ഫോക്കസിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ആ പറയുന്നതിനകത്ത് വലിയൊരു കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല. അതായത് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ നോട്ട് നിരോധനവും മൂലവും ഇപ്പോഴുള്ള ബഡ്ജറ്റിലെ പൊതുവിലുള്ള ഒരു നയങ്ങൾ മൂലവും ഏറ്റവും കൂടുതൽ ദോഷം വരാൻ പോകുന്നത് ഇൻഫോർമൽ സെക്ടർ, അല്ലെങ്കിൽ ദരിദ്ര ജനവിഭാഗങ്ങൾ, അല്ലെങ്കിൽ BPL കാറ്റഗറി ആളുകൾ, അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇഫക്ട്സ് വരുന്നത്. അവരെ പ്രത്യേകിച്ച് ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഞങ്ങളിപ്പോൾ കർഷകൻ്റെ 5 വർഷം കൊണ്ട് കർഷകൻ്റെ വരുമാനം ഇരട്ടിപ്പിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെ ഇരട്ടിപ്പിക്കാനാ? ഇപ്പോൾ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ തന്നെ മാർക്കറ്റിൽ വിൽക്കാനോ വാങ്ങിക്കാനോ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ കർഷകൻ്റെ വരുമാനം ഇരട്ടിപ്പിക്കും. ഉള്ള വരുമാനം പോലും നിലനിൽക്കാൻ സാഹചര്യം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കർഷകൻ്റെ വരുമാനം ഇങ്ങനെ ഇരട്ടിപ്പിക്കുമെന്ന് പറയണതിൽ എന്താ കാര്യം? യെസ്, ഡോക്ടർ ഹരിലാൽ, ഡോക്ടർ ഐസക്കിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ ഈ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ധനകാര്യമന്ത്രി പിന്നീട് വന്ന് പറയുന്നതും നരേന്ദ്രമോദി തന്നെ അതിനുശേഷം പറഞ്ഞ അഭിപ്രായങ്ങളൂടെ ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതീതി എന്ന് പറയുന്നത് മധ്യവർഗത്തിന് ഒരാശ്വാസം, അതിനേക്കാൾ കൂടുതൽ ആശ്വാസം പാവപ്പെട്ടവർക്കും ഗ്രാമീണ മേഖലയിലേക്കും. അപ്പോൾ അതായത് ഈ വലിയ സൂട്ട് ആൻഡ് ബൂട്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണം രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ നടത്തിയ ഒരു രീതിയിൽ അപ്പർ ക്ലാസ്സിന് വേണ്ടിയുള്ള ഒരു സർക്കാർ എന്നുള്ള ഒരു പ്രതീതി അത് മാറ്റിക്കൊണ്ട് ഈ താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് വലിയ ആനുകൂല്യങ്ങൾ, സോപ്പുകൾ ഒക്കെ നൽകിയിട്ടുള്ള ബഡ്ജറ്റ് എന്നൊരു പ്രതീതി വരുത്താൻ ചർച്ചകളിലൂടെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക വർഗത്തിന് അനുഗ്രഹമായി ബഡ്ജറ്റിനെ കാണേണ്ടതുണ്ടോ? ഈ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ കഴിഞ്ഞ 10-15 വർഷം വളരെ നല്ല വളർച്ചാ നിരക്കുകൾ 6%, 7% ഒക്കെ വളർച്ചാ നിരക്കുകൾ ഉണ്ടാവുകയും ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറയുകയൊക്കെ ചെയ്ത സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ വലിയ ദുരിതമുണ്ടായത്. അതായത് കൃഷിക്കാരുടെ ലക്ഷക്കണക്കായിട്ടുള്ള കൃഷിക്കാരുടെ ആത്മഹത്യയും അതുപോലെ തന്നെ കടം കയറലും അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഗ്രാമീണ മേഖലയിൽ ഉണ്ടായതും ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടെ നഗരങ്ങളിലേക്ക് കൂറുമാറാനും മൈഗ്രേറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് നല്ല വളർച്ചയുള്ളപ്പോഴാണ്. ഇപ്പോൾ ആ നല്ല വളർച്ച വീണ്ടും റിസഷനിലേക്ക് വന്നിരിക്കുന്നു. ഡീമോണിറ്റൈസേഷൻ്റെ ഫലമായിട്ട് ഗ്രാമീണ സമ്പദ്ഘടനയിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല. അപ്പോൾ നല്ല വളർച്ചയുള്ളപ്പോൾ ദുരിതമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വളർച്ച തളർന്ന നിലയ്ക്ക് ഗ്രാമങ്ങളിൽ എന്താ സ്ഥിതിയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഗ്രാമീണ ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്ക് പോയിരിക്കുകയാണ്. അതിനെ പരിഹരിക്കാൻ ചില നടപടികൾ എടുത്തു എന്നുള്ള പ്രതീതി ഈ ബജറ്റ് പ്രസംഗത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് നേരം അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെലവഴിച്ചത്. അത് നന്നായിട്ട് പാക്കേജ് ചെയ്തു. പക്ഷേ അവിടെയും നമ്മൾ ആ പ്രഖ്യാപിച്ച പരിപാടികളിൽ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ വീണ്ടും സപ്ലൈ സൈഡിൽ ചില കാര്യങ്ങൾ, അതായത് ക്രെഡിറ്റ് ഇത്തിരി കൂടുതൽ കൊടുക്കും മാർജിനലായിട്ട്, അത് ബാങ്കുകളുടെ ചെലവിൽ പറയുന്ന കാര്യമാണ്. അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കൃഷിയെ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ നാളികേരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ റബ്ബറിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഈ കൃഷിയുടെ കൃഷിക്കാർക്ക് ന്യായമായ വില കിട്ടുന്നില്ല. ന്യായമായ വില കിട്ടുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കമ്പോളത്തിൽ ഇടപെടുന്നില്ല. ഈ കമ്പോളത്തിൽ ഇടപെടുന്നത് അതിനിർണായകമാണ്. കാരണം ലക്ഷക്കണക്കായിട്ടുള്ള കൃഷിക്കാരാണ് ഓരോ ക്രോപ്പും കൃഷി ചെയ്യുന്നത്. അവരുടെ വിലകളെ ബാധിക്കുന്നത് വിദേശ വ്യാപാരവും അതുപോലെ തന്നെ ആഭ്യന്തര വ്യാപാരവുമാണ്. ഈ ആഭ്യന്തര വിപണിയിലും വിദേശ വിപണിയിലും ഇടപെടാൻ സർക്കാർ തയ്യാറാവാത്തിടത്തോളം കാലം ന്യായമായ വില ഉറപ്പാക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. കൃഷിരംഗത്തെ പ്രശ്നങ്ങൾ തുടരുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഇന്ത്യയിൽ ഈ ഇന്നിക്വാലിറ്റി വർദ്ധിക്കുന്നു, ഗ്രാമങ്ങൾ പിന്നോട്ട് പോകുന്നു തുടങ്ങിയ സാഹചര്യം തീർച്ചയായിട്ടും തുടരുക തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു അവസ്ഥാ മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. ശരി, അതെ. ഡോക്ടർ മേരി ജോർജ് കൂടി പറഞ്ഞിട്ട് ഡോക്ടർ ഐസക്കിലേക്ക് വരും. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ കാർഷിക മേഖലയിൽ ഇടപെടുന്നില്ല എന്ന്. ഇവിടെ വിള ഇൻഷുറൻസിന് വേണ്ടി 9,000 കോടി വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 9,000 കോടി എന്ന് പറയുമ്പോൾ ഞാൻ വിശദാംശങ്ങളിലേക്ക് കടന്നപ്പോൾ എനിക്ക് മനസ്സിലായത് 30% വരെ വിള നഷ്ടമുണ്ടായാൽ ഇൻഷുറൻസ് പ്രിവിലേജ് കിട്ടും എന്നാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും കാർഷിക മേഖലയിലെ ഒരു ഇടപെടലായി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഡോക്ടർ മേരി ജോർജ് അതിന് ഉത്തരം ഇന്ന് ഡോക്ടർ തോമസ് ഐസക് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. ഈ വിള
ഇൻഷുറൻസിൻ്റെ കാര്യത്തിനകത്ത് 13,000 കോടി രൂപയാണ് ഇപ്പോഴത്തെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അനുസരിച്ച് തന്നെ ഉള്ള തുക. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യമെന്ന് നിൽക്കെ അതിനേക്കാൾ 4,000 കോടി രൂപ കുറഞ്ഞ ഒരു പ്രഖ്യാപനം നടത്തുന്നത് കൊണ്ട് എന്ത് അനുഗ്രഹമാണ് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ ഈ 30%, അത് ഞാൻ നേരത്തെ തന്നെ പറയുന്നു, ഇപ്പോൾ കേന്ദ്ര ബജറ്റാണെങ്കിലും സംസ്ഥാന ബജറ്റാണെങ്കിലും വെറും വാക്കുകൾ കൊണ്ടുള്ള കസർത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബജറ്റിലുള്ള ജനങ്ങളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഡോക്ടർ മേരി ജോർജ് ഇത്തരം ചർച്ചകൾ നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ ഒരു ചർച്ച നടത്തുമ്പോൾ നമ്മൾ അന്നത്തെ ബഡ്ജറ്റിനെ മാത്രം വെച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അവിടെ നമ്മൾ ആദ്യം കുറെ നല്ലതും എന്നൊക്കെ പറഞ്ഞ് അതിനെ പറഞ്ഞു പോവുകയും ഏറ്റവും അവസാനം നമുക്ക് ഈ യാഥാർത്ഥ്യമായ കണക്കുകൾ വരുമ്പോഴേക്കും അങ്ങനെപ്പോലുള്ളവർ പറയുന്നത് എന്താണ്, അവിടെയാണ് നമ്മൾ തമ്മിൽ തെറ്റുന്ന അവസ്ഥയും വരുന്നത്. ഇല്ലില്ല, അങ്ങനെ തെറ്റൊന്നുമില്ല, തെറ്റേണ്ടതിന്റെ കാര്യമൊന്നുമില്ല. ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്കിവിടെ വേറെ ഒരു വലിയൊരു സംശയമുണ്ട്. ഇപ്പോൾ ഞാൻ ഡോക്ടർ ഐസക്കിൻ്റെ അടുത്തും കൂടി അത് ഷെയർ ചെയ്യുകയാണ്. നോൺ ടാക്സ് റവന്യൂ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നത്, കഴിഞ്ഞ വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റിൽ 33,20,921 കോടിയാണ് പറഞ്ഞിരുന്നത്. അതിനേക്കാൾ കൂടുതൽ കിട്ടിയിരിക്കുന്നു റീവൈസ്ഡ് എസ്റ്റിമേറ്റിൽ. 3,34,770 കോടി കിട്ടിയിരിക്കുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ ബജറ്റ് എസ്റ്റിമേറ്റിൽ 2,88,757. അപ്പോൾ എനിക്ക് അത്ഭുതമായി, ഈ നോൺ ടാക്സ് റവന്യൂ എവിടെ പോകുന്നു ഈ ഒരു പർട്ടിക്കുലർ ഇയറിലേക്ക് ഇങ്ങനെ കുറച്ച് വെച്ചിരിക്കുന്നത്? കാരണം ഇപ്പോൾ നോൺ ടാക്സ് റവന്യൂവിൽ വരേണ്ടതാണ് മേജർ മിനറൽസിൻ്റെ റോയൽറ്റി. പിന്നെ ഇരുമ്പയിരും മിനറൽസും എക്സ്പോർട്ട് ചെയ്ത് 35% ഗ്രോത്ത് ഉണ്ടെന്ന് അതെന്തെങ്കിലും ഒരു ഫോക്കസ് ഷിഫ്റ്റ് ആയിട്ട് ഡോക്ടർ മേരി ജോർജിന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഒരു 2 ലക്ഷമായി കുറഞ്ഞതൊക്കെ അങ്ങനെ എങ്ങനെ എനിക്ക് കാണാൻ പറ്റും? എനിക്ക് ഇല്ല. അപ്പൊ അതിനൊരു ഉത്തരം ഇല്ലാതെ പോകുന്നത് എന്ത് തരത്തിലുള്ള മാജിക് ആണ്? നമ്മുടെ തിയറികളിലൊന്നും ഇല്ലാതെ ഇതുപോലെയുള്ള മാജിക്കുകൾ ഇപ്പൊ കേന്ദ്ര ബജറ്റിൽ മാത്രമല്ല സംസ്ഥാന ബജറ്റിലും കാണാറുണ്ട്. അത് പറയേണ്ടത് രാഷ്ട്രീയക്കാരല്ലേ? അങ്ങനെയുള്ള ഒരു ഉത്തരം പറയേണ്ടത് രാഷ്ട്രീയക്കാരാണ്. അങ്ങനെയുള്ള സാമ്പത്തിക വിദഗ്ധയാണോ? ഞാൻ ഡോക്ടർ തോമസ് ഐസക്കിലേക്ക് അതിന്റെ മറുപടി തേടുകയാണ്. ഡോക്ടർ തോമസ് ഐസക്, ഈ കേരളത്തിന്റെ ആവശ്യങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞ് താങ്കൾ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ് ഈ ക്രോപ്പ് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ വന്ന കുറവ് എന്ന് പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളും കേരളത്തിന്റെ പല മേഖലകളിലും കുറവ് വന്നിട്ടുണ്ട് എന്ന്, അവഗണന ഉണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് റെയിൽവേയുടെ കാര്യം എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, എയിംസിന്റെ കാര്യം. ഇങ്ങനെയൊക്കെ ഒരു ധനകാര്യ മന്ത്രി എന്നുള്ള നിലയ്ക്ക് താങ്കൾ ശ്രദ്ധിച്ചത് ഏതൊക്കെ കാര്യങ്ങളാണ്? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സംസ്ഥാന ധനകാര്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ ഏറ്റവും ആകാംക്ഷ സംസ്ഥാനത്തിന് കേന്ദ്രഭീതമായി എന്ത് കിട്ടും എന്നുള്ളതാണ്. അത് 11% മാത്രമേ വർദ്ധിക്കുകയുള്ളൂ. 2, നമുക്ക് കൂടുതൽ വായ്പ എടുക്കാനുള്ള അനുവാദം കിട്ടത്തില്ല, അതും തീർച്ചയായും. ഇനി ആകെ അറിയാനുള്ളത് സ്കീം വൈസ് എത്ര കിട്ടും. കാരണം നമ്മുടെ ബഡ്ജറ്റിൽ അതിന് ആനുപാതികമായിട്ടുള്ള പണം നമ്മുടെ വിഹിതവും മാറ്റിവെക്കാനുണ്ട്. അത് കേന്ദ്രം അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഉള്ളത് കേരളത്തിന് ഏറ്റവും വലിയ ചിലവാണ്. 500 കോടി രൂപയാണ് ഈ വർഷം റബ്ബറിൻ്റെ വിലസ്ഥിരതാ ഫണ്ടിലേക്ക് കൊടുത്തത്. നല്ലൊരു ഇൻഷുറൻസ് സ്കീം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പണം ലാഭമാണ്. അപ്പം അതിനുവേണ്ടി ശക്തമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്നത് എന്താ, ക്രോപ്പ് ഇൻഷുറൻസ് പഴയതുപോലെ തന്നെ, അത് തന്നെ 13,000 കോടിയിൽ നിന്ന് 9,000 കോടിയായിട്ട് കുറച്ചു. അപ്പോൾ ആ കഥയും പോയി. നമ്മുടെ FACTക്കെല്ലാം ഒന്ന് എടുത്തു പറയത്തക്ക ഒരു പാക്കേജ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഒരു പരാമർശം ഉണ്ടായില്ല. എയിംസ് ഇല്ല. ഏതായാലും റെയിൽവേ ഇനിയിപ്പോൾ വിശദമായിട്ടുള്ള രേഖകൾ നോക്കിയാൽ മാത്രമേ നമുക്ക് വലുതുണ്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പൊതുവിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിരാശാജനകമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ്. ഡോക്ടർ ഐസക്, അങ്ങനെ ഈ പൊതുവെ നിരാശാജനകമെന്ന് പറയുന്ന അർത്ഥത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റാണെന്ന് ഇരിക്കെ തന്നെ ഇപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് അത് നിരോധിച്ചു. നേരത്തെ താങ്കളുടെ തന്നെ സങ്കല്പത്തിൽ വന്ന കിഫ്ബി പോലെയുള്ള കാര്യങ്ങൾ ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലാകുന്നു എന്ന് വിലയിരുത്തലുണ്ടായതാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പുതിയ FDI പോളിസി കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണോ? ഇവർ കൂടുതൽ കമ്പോളത്തെ ആശ്രയിക്കുന്ന പുതിയ ഇൻസ്ട്രുമെൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ ബഡ്ജറ്റിലും ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്.
അതിനോടൊക്കെ നമുക്ക് യോജിക്കാൻ പലതിനോടും പറ്റത്തില്ലായിരിക്കാം. പക്ഷേ യോജിക്കാൻ പറ്റിയില്ലെങ്കിലും അതിനെങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. യഥാർത്ഥത്തിൽ കിഫ്ബി ചെയ്യുന്നതാണ് ലോങ് ടൈം ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റിന് ബോണ്ട് മാർക്കറ്റിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് സെബിയും മറ്റും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേക സ്ട്രക്ചേഴ്സ്, ഫിനാൻഷ്യൽ സ്ട്രക്ചേഴ്സ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വളരെ സുഖമായിട്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ സംസ്ഥാന സർക്കാരിന് വേണ്ടിയല്ലെങ്കിലും നേരിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് വായ്പ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഈ വിമർശനമൊക്കെ പലതിനെക്കുറിച്ച് പറയുമ്പോഴും അതൊക്കെ എങ്ങനെ പരമാവധി ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ആലോചിക്കേണ്ടതുണ്ട്. അത് വിശദമായി പഠിച്ച് തന്നെ പരിശോധിക്കും. ഇത് നമ്മൾ വിമർശിക്കുമ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് തൊട്ട് ആ ഒരു ബന്ധം ഉണ്ടാവില്ലെന്നല്ല, ഇതല്ല അഭികാമ്യം എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ടാവുന്ന സാധ്യതകൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള പരിശ്രമം ഉണ്ടാവും. അതായത് ഡോക്ടർ ഐസക്കിൻ്റെ സങ്കല്പത്തിലെ സംസ്ഥാനത്തിൽ നടത്താൻ പോകുന്ന ഇടപെടലുകൾ, ബഡ്ജറ്റിലൂടെ നടത്താൻ പോകുന്ന ഇടപെടലുകളൊക്കെ തന്നെ ഇതിനെ വെച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്, വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളത് പരിശോധിക്കും എന്ന് തന്നെയാണ് ഡോക്ടർ ഐസക് ഇപ്പോൾ പറയുന്നത്. നിശ്ചയമായിട്ടും. കാരണം ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ നിന്നല്ലേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് സഹകരണ മേഖലയിൽ ജില്ലാ ബാങ്കുകളുടെ കോർ ബാങ്കിങ്ങുമായി ബന്ധപ്പെടുത്തിയേ പാടുള്ളൂ. ഒന്ന്, ഇവിടുത്തെ ഡെപ്പോസിറ്റുകാരുടെയൊക്കെ മിറർ അക്കൗണ്ട് അവിടെ വേണം എന്ന് പറഞ്ഞെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷ്യ കമ്മിറ്റി പറഞ്ഞ ബാങ്കിങ് കറസ്പോണ്ടൻസ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത് നമ്മുടെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ എന്നുള്ള നിർദ്ദേശത്തിൽ നിന്ന് വളരെ അകലെയല്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇനി അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ നമ്മൾ നിൽക്കേണ്ടി വരും, നിൽക്കാൻ നിർവാഹമില്ല. അങ്ങനെ നമ്മളെ വരുതിക്ക് നിർത്തുന്നതിന് വേണ്ടി ഡിമോണിറ്റൈസേഷനെ അവർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് വസ്തുത. ഡോക്ടർ മേരി ജോർജ്, നേരത്തെ ഡോക്ടർ തോമസ് ഐസക്കിനെ താങ്കൾ ഒരു പോസിറ്റീവായി കണ്ടത് ജെൻഡർ ബഡ്ജറ്റിൻ്റെ കാര്യമാണെന്ന് ഇടവേള സമയത്ത് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് അത്തരത്തിൽ പോസിറ്റീവായ പല നൂതനമായ കാര്യങ്ങളും തനതായ ഐഡൻറ്റിറ്റി ഉള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഡോക്ടർ ഐസക്കിനെ പോലുള്ള ആളുകൾക്ക് കേരളത്തിൻ്റെതായ വികസന മാതൃകയും സാമ്പത്തിക രീതികളും ഒക്കെ ഉണ്ട്. ഈ കോഓപ്പറേറ്റീവ് സെക്ടറിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതിനെയൊക്കെ ഈ ഡിമോണിറ്റൈസേഷൻ കൊണ്ട് തന്നെ നൽകിയ സൂചനയിലൂടെയും ഇപ്പോൾ ഈ ബഡ്ജറ്റിലൂടെയും എത്രയൊക്കെ സംസ്ഥാനത്തിന് കൊടുക്കുന്നു എന്നൊക്കെ സൂചിപ്പിക്കാതെ, കൃത്യമായ കണക്കുകൾ പറയാതെ ഒരു വല്ലാത്ത പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് സംശയം ഇല്ലേ? കണക്കുകളുണ്ടോ താങ്കളുടെ കയ്യിൽ? അല്ല, ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് എത്ര എന്ന് കൃത്യമായി പറഞ്ഞിരുന്നെങ്കിൽ അത് വെച്ച് ഈ ബജറ്റിനെ നമ്മൾ മുതലെടുക്കുമായിരുന്നു. കാരണം 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും അതുപോട്ടെ. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കത് അനുഗ്രഹമായിരുന്നു എന്നല്ലേ താങ്കൾ പറയും? തീർച്ചയായിട്ടും ബജറ്റിന്റെ വിശദാംശങ്ങളിൽ അത് ഉണ്ടാകും. അത് ഡോക്ടർ ഐസക്കിന്റെ അടുത്ത് എത്രയും നേരത്തെ എത്തുകയും ചെയ്യും. അക്കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെയുള്ള കുറെ പോരായ്മകൾ ഉണ്ട് ഇതിനകത്ത്. ബഡ്ജറ്റ് ഈ ഇലക്ഷനെ നോക്കി ഒന്നും പറഞ്ഞില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഇലക്ഷനെ നോക്കി SC ST മൈനോറിറ്റികൾക്കൊക്കെ വേണ്ടി എല്ലാം നീക്കി വെച്ചിരിക്കുന്നു, പുവർ പീപ്പിളിന്, മിഡിൽ ക്ലാസ്സിന് എന്നൊക്കെ നമുക്ക് പറയാം. ഇത് മുഴുവനും പിന്നെ ഇലക്ഷൻ മുമ്പിൽ കണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഡോക്ടർ മേരി ജോർജ്, അതായത് ഇപ്പോൾ ഈ ഒരു മാന്യത്തിൻ്റെ സാഹചര്യത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു, അതായത് ഒരു 3.5% ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ ലിമിറ്റ് മാറ്റുക, സംസ്ഥാന ഗവൺമെൻറ്റിനെ കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ ഐസക്കിൻ്റെ ബജറ്റ് കുറച്ചുകൂടി ഈസി ആകുമായിരുന്നു അദ്ദേഹത്തിന്. അതായത് അതെ, നേരത്തെ പിന്നെ പലരും ആവശ്യപ്പെട്ടിരുന്നതാണ്, ആ തരത്തിലുള്ളൊരു ആലോചന നടന്നിരുന്നു. പക്ഷേ ആ നിലയിലേക്കല്ല പിന്നെ അദ്ദേഹത്തിന് യൂണിയൻ ബജറ്റ് പോയിരിക്കുന്നത്. യൂണിയൻ ബജറ്റ് 3.2% വരെ മാക്സിമം പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പിന്നെ ഈ നേരത്തെ പറഞ്ഞ കമ്മീഷൻ്റെ കണക്കനുസരിച്ച് 3.5% വരെ പോകാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ ഇനിയും ആ ഫ്ലെക്സിബിലിറ്റി അനുവദിക്കുമോ എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചോദിച്ച് പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഈ 3% എന്നുള്ളത് വലിയ കൺസ്ട്രെയിൻറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ മൊത്തം നികുതി വരുമാനം കേന്ദ്രത്തിന്റെ കൂടാതിരിക്കുന്നതും ഒരു അഡീഷണൽ ആയിട്ടുള്ള കൺസ്ട്രെയിന്റ് ആണ്. യെസ്, ഡോക്ടർ തോമസ് ഐസക്, അത്തരത്തിലൊരു അഭ്യർത്ഥനയുമായി കേന്ദ്രവുമായി വീണ്ടും സംസാരിക്കുമോ? ഈ 3.2 നിൽക്കുന്നത് താങ്കൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, അത് സാധിക്കില്ല എന്നുള്ളൂ. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ?
സംസ്ഥാനങ്ങളുമായിട്ട് ബഡ്ജറ്റ് ചർച്ച നടന്ന വേളയിൽ ഇത് ശക്തമായിട്ട് ഉന്നയിച്ചു. എന്ന് മാത്രമല്ല, ഒരു ഫിസ്ക്കൽ സ്റ്റിമുലസിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് ഉപയോഗപ്പെടുത്തണം എന്ന് കേരളം പറയുന്നു. കേരളത്തിൻ്റെ ആവശ്യമല്ല, രാജ്യത്തിൻ്റെ ആവശ്യം എന്നുള്ളതിൽ. എന്നാൽ എന്ന് മാത്രമല്ല, വളരെ പ്രമുഖരായിട്ടുള്ള പല സീനിയർ ഉദ്യോഗസ്ഥന്മാരും അത് വളരെ നന്നായി, ഇത് ശക്തമായിട്ട് ഈ മാക്രോ എക്കണോമിക്സ് എന്ന് പറയേണ്ടതാണ് എന്നൊക്കെ അഭിപ്രായപ്പെടുകയും ചെയ്തു. എന്നാൽ എക്കണോമിക് സർവേ വായിച്ചപ്പോൾ, ബഡ്ജറ്റ് പ്രസംഗം കേട്ടപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി. ഇങ്ങനെ ഒരു സാമ്പത്തിക മുരടിപ്പ് ഇന്ത്യയിലുണ്ട് എന്ന് സമ്മതിക്കാനേ തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ 3.2 തന്നെ കൊണ്ടേ കെട്ടിയത്. ആ പശ്ചാത്തലത്തിൽ ഇനി സംസ്ഥാനം ചെന്നാൽ അത് ഇനി അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയെന്നുള്ളത് കണക്കൂട്ടി നോക്കണം. കാരണം സംസ്ഥാനത്തിൻ്റെ വരുമാനം നമ്മൾ 20% വെച്ച് കൂടുമെന്നാണ് കണക്കാക്കിക്കൊണ്ടാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയത്. ഈ ബഡ്ജറ്റ് ഇനിയുള്ള ബഡ്ജറ്റുകളിലും അങ്ങനെ വർദ്ധിക്കുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്, എന്താണ് മീഡിയം ടൈം പെർസ്പെക്റ്റീവ് പ്ലാനിൽ. എന്നാൽ അതുണ്ടാവില്ലെന്ന് വളരെ വ്യക്തമാണ്. ഈ വർഷം 12%, അടുത്ത വർഷം ഒരു 14-15 നിർത്തേണ്ടി വരും. കാരണം ഒരു അനിശ്ചിതാവസ്ഥയുടെ വർഷമാണ്. പാതി വർഷം വാറ്റ്, പാതി വർഷം GST, അതിൻ്റെയൊക്കെ ഒരുപാട് അനിശ്ചിതാവസ്ഥകൾ വരും. അപ്പോൾ നമ്മുടെ നികുതി വരുമാനം കൂടാൻ സാധ്യതയില്ല. എന്നാൽ വായ്പകൾ എടുക്കാൻ അനുവാദവുമില്ല. എന്നാൽ ചെലവുകൾ നമുക്ക് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഒരുപാട് വൈഷമ്യങ്ങൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും അത് വലിയ വെല്ലുവിളിയാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം. മാർച്ച് 3-ന് ജനങ്ങൾ നോക്കുന്നത് അത് തന്നെയായിരിക്കും. വളരെ നന്ദി ഡോക്ടർ തോമസ് ഐസക്, പ്രൊഫസർ മേരി ജോർജ്, ഡോക്ടർ KN ഹരിലാൽ, ഡോക്ടർ BA പ്രകാശ്. ഈ ചർച്ചയിൽ എല്ലാവർക്കും സമയം ഇനിയും ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. ഈ ആദ്യ മണിക്കൂറിൽ സാമ്പത്തിക വൈദഗ്ധ്യത്തിൻ്റെ ഒരു നിരീക്ഷണമാണ് നമ്മൾ ശ്രമിച്ചത്. പക്ഷേ സമയപരിമിതി അത് തുടരാൻ അനുവദിക്കുന്നില്ല. ഇനി രാഷ്ട്രീയമായ ബഡ്ജറ്റിൻ്റെ വശങ്ങളിലേക്ക് കൂടുതൽ കടക്കേണ്ട മണിക്കൂറുകളാണ്.